ബാങ്കിലുള്ള പലിശ അവിടെ വെക്കാൻ പാടില്ല, നമ്മൾ തീർച്ചയായും വാങ്ങണമെന്നൊരു പ്രസംഗത്തിൽ കേട്ടു. അതൊന്ന് വിശദീകരിച്ച് തരാമോ എന്നുള്ളത്. പലിശ എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഹറാമാക്കിയൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ പലിശാധിഷ്ഠിതമായ ബാങ്കിങ് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. നമുക്കാണെങ്കിൽ ബാങ്കുമായി ഇടപെടാതെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്യാഷ് ബാങ്കിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അതിന് ബാങ്കിൽ പലിശ വരും ചെയ്യും. അപ്പോൾ രണ്ട് രൂപത്തിലാണ് ഈ വിഷയത്തിൽ ചർച്ചകൾ പോയത്. ഒന്ന്, ഈ പലിശ ബാങ്കിൽ കിടന്നാൽ, നമ്മുടെ ധനത്തിൻ്റെ കൂടെ ഈ പലിശ കിടന്നാൽ ഈ പലിശയും കൂടി കൂടിയിട്ടുള്ള സംഖ്യയാണ് ഇനി അടുത്ത ഘട്ടത്തിൽ അടുത്ത പലിശയായിട്ട് വരിക. ഇപ്പം 100 രൂപയാണ് എൻ്റെ അക്കൗണ്ടിലുള്ളതെന്ന് വിചാരിക്കുക. അതിന് 1 രൂപ പലിശ വന്നു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ 101 രൂപക്കുള്ള പലിശയാണ് വരിക. കൂട്ടുപലിശ സംവിധാനം ആയതുകൊണ്ട് തന്നെ പലിശ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് കൂടുതൽ പലിശ വർദ്ധിക്കാനുള്ള ഇടയാകും. അതുകൊണ്ട് ആ പലിശ പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിവാക്കി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊതുസമൂഹത്തിന് കൂടുതൽ ഉപകാരമുണ്ടാകുന്ന രൂപത്തിലുള്ള മേഖലകളിലേക്ക് അത് ചെലവഴിക്കണമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ പറ്റും. അതേസമയത്ത് രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞത് അത് പലിശയല്ലേ, എടുക്കാൻ പറ്റില്ല, അവിടെ തന്നെ കിടന്നോട്ടെ, നമ്മുടെ കാര്യത്തിനും പറ്റില്ല, വേറുള്ളവരുടെ കാര്യത്തിനും പറ്റുകയില്ല എന്നതാണ്. അതിനവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത്തരത്തിൽ പലിശയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാം, പൊതുസമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ കൊടുക്കാമെന്ന് പറയുമ്പോൾ പൊതുവെ പലിശയോടുള്ള ഒരു വെറുപ്പും അതുപോലെ തന്നെ പലിശ ഉപയോഗിക്കുവാനും അത് കൈകാര്യം ചെയ്യുവാനും ഉണ്ടായിരുന്ന ഭയവും ഇല്ലാതെയായി. പിന്നീട് അതൊരു നോർമൽ സംവിധാനമായി, ഒരു സാധാരണ ക്രയവിക്രയത്തിൻ്റെ രൂപത്തിലേക്ക് പലിശ സംവിധാനം മാറുകയും മുസ്ലിമീങ്ങൾക്ക് പലിശയെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുകയും ചെയ്ത അവസാനം അത് സ്വന്തം നിലയ്ക്ക് തന്നെ പലിശ കൈകാര്യം ചെയ്യുന്നിടത്തേക്ക് എത്തുമോ എന്ന ഭയവുമാണ് യഥാർത്ഥത്തിൽ അത് പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ഇത് ഒരു എന്താണ് പറയുക, ഇന്ത്യയെ പോലെയുള്ള നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ നോക്കുമ്പോൾ ഈ രണ്ട് ആളുകളുടെയും വാദം വെച്ച് നോക്കുമ്പോൾ രണ്ട് കൂട്ടരും അവർ ഏറ്റവും മാന്യമായ രൂപത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഏതായിരുന്നാലും പലിശ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, എൻ്റെ പലിശ എനിക്ക് എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എൻ്റെ പലിശ എന്ന് തന്നെ പറയാൻ പറ്റില്ല, കാരണം എനിക്ക് പലിശ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇതിങ്ങനെ കെട്ടിക്കിടന്നത് കൊണ്ട് കൂടുതൽ അത് വളരാനും അതുപോലെ തന്നെ ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അതുകൊണ്ട് കിട്ടുന്നതിനെ തൊട്ട് അത് തടയപ്പെടാനും കാരണമാകും എന്നതുകൊണ്ട് ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു ആലം അതിൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് പൊതുസമൂഹത്തിന് ഉപകാരമുണ്ടാകുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾക്ക്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇവിടെ ഷെൽട്ടർ ഇന്ത്യ പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ആൻറ്റി ഇൻട്രസ്റ്റ് മൂവ്മെൻറ്റ് അഥവാ ഒരു പലിശ രഹിത സംവിധാനം മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവരൊക്കെ ചെയ്യാറുള്ളത് ഇത്തരത്തിലുള്ള പലിശകൾ അവർ വാങ്ങുകയും പൊതുസമൂഹത്തിന് ഉപകാരമുണ്ടാകുന്ന രൂപത്തിലും അതുപോലെ തന്നെ പലിശ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ അവരുടെ പലിശ ഒഴിവാക്കാനും മറ്റൊക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങളിലേക്ക് അത് നൽകി ഇതിനെ വളർത്തുന്നതിനെ തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയും തൻ്റെ ദിമ്മത്തിൽ, തൻ്റെ ഉത്തരവാദിത്തത്തിൽ പലിശ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകരുതെന്ന ബോധത്തോടു കൂടിയൊക്കെ എന്താക്കുക, മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഇസ്ലാമികമായി കൊണ്ട് ചിന്തിക്കുന്നത് കൊണ്ട് അതിൽ പലിശ എത്ര വരുന്നുണ്ട്, അത് എത്രയാണ്, എനിക്കെത്ര പറ്റും, എൻ്റെത് എത്ര ഉണ്ട് എന്നൊക്കെ നോക്കിന്ന് വരാം. നാളെ എൻ്റെ മക്കളത് നോക്കിക്കൊള്ളണമെന്നില്ല. എൻ്റെ കാലശേഷം എൻ്റെ അക്കൗണ്ടിലുള്ള പൈസ മുഴുവൻ അവർ ബാപ്പാൻ്റെ പൈസ ആയിട്ട് തന്നെ കാണുന്നതെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അവരത് അവരുടേതാക്കി കാണാനും അവരുടെ ഉപയോഗത്തിലേക്ക് എടുക്കാനൊക്കെ സാധ്യത ഉണ്ട്. നമുക്കാർക്കും പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മളത് പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ധനം അവിടെ സുരക്ഷിതമായി കൊണ്ട് നിൽക്കുകയും ചെയ്യും. അതിലേക്ക് പലിശ കയറി വരുന്ന ഒരവസ്ഥയുമില്ല. മാത്രമല്ല പലിശ ഇരട്ടിയായി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയുമില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അത് എടുത്ത് ഒഴിവാക്കുക എന്ന് പറഞ്ഞ ആളുകളുടെ അഭിപ്രായമാണ് കൂടുതൽ ശരിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.